4 വർഷമായി തുടരുന്ന റഷ്യ-യുക്രൈൻ യുദ്ധത്തിലെ ഏറ്റവും കടുത്ത വ്യോമാക്രമണങ്ങളൊന്നിന് സാക്ഷ്യം വഹിച്ച യുക്രൈൻ തലസ്ഥാനമായ കീവ്. മെയ് 24 പുലർച്ചെ റഷ്യ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ കീവിലും പരിസര പ്രദേശങ്ങളിലുമായി 4 പേർ കൊല്ലപ്പെടുകയും 100ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ആണവ യുദ്ധമുനകൾ വഹിക്കുവാൻ ശേഷിയുള്ള അത്യാധുനിക ഒരീഷ്നിക് ഹൈപ്പർസോണിക് മിസൈൽ ഉൾപ്പെടെയാണ് റഷ്യ യുക്രൈന് നേരെ പ്രയോഗിച്ചത്. ആകെ 90 മിസൈലുകളും 600 ഡ്രോണുകളുമാണ് റഷ്യ യുക്രൈന് നേരെ വിക്ഷേപിച്ചതെന്ന് യുക്രൈൻ വ്യോമസേന വ്യക്തമാക്കി. ഒരീഷ്നിക് മിസൈലിനു പുറമെ ഇസ്കന്ദർ, കിൻഷാൽ, സിർക്കോൺ എന്നീ മിസൈലുകളും റഷ്യ ഉപയോഗിച്ചിട്ടുണ്ട്. കീവ് നഗരമധ്യത്തിലെ നിരവധി ജനവാസ കെട്ടിടങ്ങളും വിദ്യാലയങ്ങളും ആക്രമണത്തിൽ തകർന്നു. ആണവശേഷിയുള്ള മധ്യദൂര മിസൈലായ ഒരീഷ്നിക് പ്രയോഗിച്ചതിനെതിരെ ബ്രിട്ടനും ജർമ്മനിയും ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ കടുത്ത ഭാഷയിൽ അപലപിച്ചു. റഷ്യ-യുക്രൈൻ യുദ്ധം കൂടുതൽ വഷളാവുകയാണെന്ന് അവർ കുറ്റപ്പെടുത്തി. റഷ്യയുടേത് വെറുമൊരു രാഷ്ട്രീയ ഭയപ്പെടുത്തൽ തന്ത്രവും ആണവ ഭീഷണിയുമാണെന്ന് യൂറോപ്യൻ യൂണിയന്റെ മുഖ്യ നയതന്ത്രജ്ഞ കാജ കല്ലാസ് ആരോപിച്ചു. ആക്രമണത്തിൽ കീവിലെ ക്യാബിനറ്റ് കെട്ടിടത്തിനും വിദേശകാര്യ മന്ത്രാലയത്തിനും നേരിയ കേടുപാടുകൾ സംഭവിച്ചു. എന്നാൽ നഗരമധ്യത്തിലുള്ള നാഷണൽ ആർട്ട് മ്യൂസിയം, ഫിൽഹാർമോണിക് ഹാൾ എന്നിവയ്ക്ക് വലിയ നാശനഷ്ടമുണ്ടായി. 1986 ചെർണോബ് ആണവ ദുരന്തത്തിന്റെ ഓർമ്മയ്ക്കായി അടുത്തിടെ തുറന്ന ഒരു പുതിയ മ്യൂസിയം ആക്രമണത്തിൽ പൂർണ്ണമായും തകർന്നു. ഇത് ഞങ്ങളുടെ സംസ്കാരത്തിനും വ്യക്തിത്വത്തിനും എതിരെയുള്ള യുദ്ധമാണെന്ന് സെലൻസ്കിയുടെ ചീഫ് അസിസ്റ്റന്റ് കിർലോ ബുഡാനോവ് പറഞ്ഞു. റഷ്യയിലെ സിവിലിയൻ കേന്ദ്രങ്ങൾക്കു നേരെ യുക്രൈൻ നടത്തിയ ആക്രമണങ്ങൾക്കുള്ള തിരിച്ചടിയാണിതെന്നാണ് മോസ്കോയുടെ വാദം. യുക്രൈന്റെ സൈനിക കമാൻഡ് സെന്ററുകൾ, കരസേനയുടെയും മിലിറ്ററി ഇന്റലിജൻസിന്റെയും കേന്ദ്രങ്ങൾ, വ്യോമതാവളങ്ങൾ എന്നിവയാണ് തങ്ങൾ ലക്ഷ്യമിട്ടതെന്നും സിവിലിയന്മാരെ ആക്രമിച്ചിട്ടില്ലെന്നും റഷ്യൻ പ്രതിരോധ മന്ത്രാലയം അവകാശപ്പെട്ടു. എന്നാൽ ഈ വാദം യുക്രൈൻ പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. 2022 ഫെബ്രുവരിയിൽ അധിനിവേശം ആരംഭിച്ചതിനു ശേഷം ഇത് 3ാം തവണയാണ് റഷ്യ ഒരീഷ്നിക് മിസൈൽ ഉപയോഗിക്കുന്നത്. കീവിനു പുറമെ തെക്കൻ പ്രവിശ്യയായ ഖേർസണിലും 2 പേർ ഈ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടു. വേനൽക്കാലം ആരംഭിക്കുന്നതിന് മുൻപ് യുക്രൈനിലെ ജലവിതരണ സംവിധാനങ്ങൾ തകർക്കുവാനും റഷ്യ ശ്രമിച്ചതായി സെലൻസ്കി ചൂണ്ടിക്കാട്ടി. അതേസമയം വരും ദിവസങ്ങളിൽ യുക്രൈൻ തലസ്ഥാനമായ കീവിൽ ശക്തമായ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തുമെന്ന മുന്നറിയിപ്പ് റഷ്യ പുറപ്പെടുവിച്ചു. കീവിലുള്ള വിദേശ പൗരന്മാർ, നയതന്ത്ര ഉദ്യോഗസ്ഥർ, അന്താരാഷ്ട്ര സംഘടനകളിലെ ജീവനക്കാർ എന്നിവരോട് എത്രയും വേഗം നഗരം വിട്ടുപോകുവാൻ റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗികമായി ആവശ്യപ്പെട്ടു.